and welcome back to my next video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ ഹെയറിൽ ഒരുപാട് എന്താ പറയുക ഹെയർ വളരെ തിന്നാണ്, ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് നല്ലതായിരിക്കുക. ഞാനിവിടെ കമൻറ്റ് പിൻ ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കുട്ടി ചോദിച്ചൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയറിൽ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണോ അതോ ഹെയർ സ്പാ ചെയ്താലാണോ എൻ്റെ ഹെയറിന് നല്ലതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് കെരാട്ടിൻ ട്രീറ്റ്മെന്റ് എന്താണ്, ഹെയർ സ്പാ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കെരാട്ടിൻ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഹെയറിലോട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് സ്പായും. പക്ഷേ കെരാട്ടിൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. സ്പാ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിടവിട്ട് ഒരു 25-30 ദിവസം കൂടുമ്പോൾ റീ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ റിപ്ലൈ കറക്റ്റായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല, ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറയുക ചെയ്തത്. അപ്പോൾ ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതായത് കെരാട്ടിൻ എന്ന് പറയുമ്പോൾ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ബോട്ടോക്സ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഹെയറിന് കൊടുക്കുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിൽ ഒരു 6 മന്ത്സോളാണ് അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കെരാട്ടിൻ എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഒരുവിധമൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. ഒരുവിധം എന്ന് പറഞ്ഞാൽ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹെയറിൽ ഒരു 7 മാസം നമ്മൾ എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കെയറിങ് കൊടുക്കുന്നോ അത്രത്തോളം നമ്മളുടെ ഹെയറിൽ അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റ് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്ന ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതുപോലെ ഹെയർ വാഷൊക്കെ കുറയ്ക്കുക, ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ ഹെയറൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടോക്സ് അല്ലെങ്കിൽ കെരാട്ടിൻ എന്നൊക്കെ പറയുന്നത് കേട്ടോളൂ, അതൊരു ട്രീറ്റ്മെന്റ് ആണ്. അത് നമുക്കൊരു ലോങ് ടൈമിലോട്ട്, അതൊരു പെർമനന്റ് ആയിട്ട് ഒരു 6 മന്ത് ഒക്കെ നമ്മുടെ ഹെയറിൽ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ അയൺ ചെയ്യുമല്ലോ, അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഹെയർ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ നമ്മളെ ഹെയർ നിൽക്കും അന്നേരം. പക്ഷേങ്കിൽ ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത് തികച്ചും ഡിഫറെൻ്റ് ആണ്. അതെന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ ഒരു 1 ടൈം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഇന്നിപ്പോൾ ഹെയർ സ്പാ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ ഹെയർ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണെങ്കിൽ അതൊക്കെ ഒരു നല്ല ഇങ്ങനെ സോഫ്റ്റ് തൊടുമ്പോൾ പഞ്ഞി പോലെയൊക്കെ ഉണ്ടാവുന്നു മാത്രം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഹെയറിൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ആണ്, ഹെയർ ഫോൾ ഉണ്ട്, ഹെയറിന് എന്ത് ഇഷ്യൂ എന്നുണ്ടെങ്കിലും ഇപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി ഒരു വട്ടം പോയിട്ട് ചെയ്യണം. അതാണ് ഹെയർ സ്പാ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഹെയർ സ്പാ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു തരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നെയിം കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹെയർ സ്പാ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ ഇത്തിരി ഡ്രൈ ആണ്, ഇപ്പം നിങ്ങളുടെ ഹെയറിന് ഡാൻഡ്രഫ് ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, തിന്നായിട്ട് പോവാണ്, എന്തോ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ സലൂണിൽ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം എൻ്റെ ഹെയറിന് ഡാൻഡ്രഫ് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അവർ പറയും ഇന്ന സ്പാ ചെയ്യണം എന്ന് പറഞ്ഞു തരും. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഫസ്റ്റ് മന്ത് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്, നെക്സ്റ്റ് ഒരു മന്ത് പോയിട്ട് അടുത്തത് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വട്ടം പോയിട്ട് പിന്നെ നിങ്ങൾ 2-3 മാസം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് നമുക്കവിടെ റിസൾട്ട് കിട്ടുന്നില്ല, നമ്മുടെ പൈസ വേസ്റ്റ് ആവാണ്. ഇപ്പം പൈസേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിനിമം ഹെയർ സ്പായിൽ വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1000 റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 1000, 2500 അങ്ങനെ 3000-ൻ്റെ ഇടയിലാണ് ഹെയർ സ്പായുടെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതിന് താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ്, അതായത് അതിൽ കൊടുക്കുന്ന ഒരു സിറം പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ സലൂണിൽ ചെല്ലുമ്പോൾ അവർ നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയും നിങ്ങളുടെ ഹെയറിന് ഇങ്ങനെ ഡ്രൈ ആണ്, സ്കാൽപ്പ് ഡ്രൈ ആണ്, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പറയും. എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ അത് ആദ്യം നമുക്ക് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് പറയും അപ്പോൾ ഈ സ്പായാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എങ്കിലാണ് നിങ്ങളുടെ ഹെയറിൻ്റെ പ്രോബ്ലം മാറുള്ളൂ എന്ന് പറയും. നമ്മളൊരു ജസ്റ്റ് ഒരു റിലാക്സേഷന് പോയിട്ട് സ്പാ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രോട്ടീൻ സ്പാ ഒക്കെ ചെയ്യുന്നവരുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ പറയും ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ എത്ര പൈസയാവുന്നൊക്കെ ആദ്യം പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്കാൽപ്പ് അവർ ചെക്ക് ചെയ്യുമല്ലോ, അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷ് ചെയ്യും. അവർ ഒരു ഷാമ്പൂ ഇട്ടിട്ട്
നമ്മുടെ ഹെയർ വാഷ് ചെയ്യും. നന്നായിട്ട് ക്ലീൻ ആയിട്ട് എന്തെങ്കിലും ഓയിൽ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കും. ഒന്ന് ജസ്റ്റ് ഒരു ടവലിൽ വെച്ചിട്ട് ഒപ്പി ഡ്രൈ ആക്കും. അതിനുശേഷം ഹെയർ സ്പാന്റെ മാസ്ക് അപ്ലൈ ചെയ്യും. ആ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു ഇല്യൂഷൻ ചേർക്കും. അത് ഒരു കൈൻഡ് ഓഫ് സിറമാണത്. അതിപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ആ സിറം വരുന്നത്. മാസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഒരു ബ്രാൻഡ് ഇപ്പോൾ ലോറിയലിൻ്റെ ആണെങ്കിൽ ഒരു മാസ്ക് എടുക്കും, അതിൽ ചേർക്കുന്ന ഇല്യൂഷൻ്റെ അതിൻ്റെ അളവും അതിൻ്റെ പല പല കൈൻഡ് ഓഫ് ഇല്യൂഷൻസ് ആണ് ചേർക്കുന്നത്. ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനുള്ളത്, ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അതിനുള്ളത്, ഹെയർ ഡ്രൈ ആണെങ്കിൽ അതിനുള്ളത്, അങ്ങനെ മാറ്റി മാറ്റി ചേർത്തിട്ടാണ് നമ്മുടെ സ്കാൽപ്പിലോട്ട് അതുപോലെ തന്നെ ഹെയറിലോട്ടും കംപ്ലീറ്റ് ആയിട്ട് ആ മാസ്ക് അവർ അപ്ലൈ ചെയ്യും. മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 30 to 45 മിനിറ്റോളം നല്ലൊരു ഹെഡ് മസാജിങ് തരും. ആ മസാജിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടി. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സിങ് മൂഡാണ്. നമുക്കിപ്പോൾ ഭയങ്കര വർക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ട്, വീട്ടിലായാലും ഇപ്പോൾ കുട്ടികളൊക്കെ ആയാലും നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സിനൊക്കെ നല്ലൊരു റിലാക്സേഷനാണ്. മന്ത്ലി ഒരു വട്ടമെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഹെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്കും ഒരു നല്ലൊരു റിലാക്സിങ് മൂഡാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊരു 45 മിനിറ്റോളം നമ്മൾ ഓരോ റേറ്റ് അനുസരിച്ച് മാറ്റം വരുന്ന എനിക്ക് തോന്നണം കേട്ടോ. ഒരു 30 മിനിറ്റ് എന്തായാലും ഒരുവിധം നല്ല സലൂണിലും ചെയ്യും. 30 to 45 മിനിറ്റ് നല്ലൊരു ഹെഡ് മസാജിങ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതുവഴി നമുക്ക് നല്ലൊരു റിലാക്സിങ് മൂഡിലോട്ട് പോകും. അത് കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഹെയർ സ്പാ ചെയ്തിട്ട് നമ്മൾ തൃശ്ശൂർ ലിവിൻസിലാണ് കേട്ടോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആദ്യം പറഞ്ഞ പോലെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ടവൽ വെച്ച് ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പിൽ ഈ പറഞ്ഞ പോലെ ക്രീമും ഇല്യൂഷനും കൂടി മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലിടും. അതിനുശേഷം ആ സമയത്തുണ്ടല്ലോ അവർ ലൈറ്റ് ഓഫാക്കി ഒരു ചെറിയൊരു ഡിം ലൈറ്റ് പോലെയാണ് ഇടുന്നത്. അങ്ങനെയാകുമ്പം നമുക്കിങ്ങനെ ഉറങ്ങാൻ വേണ്ടി വരെ പറ്റും കേട്ടോ. നല്ലൊരു റിലാക്സ് ആണ്. അതേസമയം ലൈറയിലൊക്കെ പോകുമ്പോൾ ലൈറയിലാണ്. അതേസമയം ഞാൻ ശോഭാ സിറ്റിയിൽ നമ്മൾ എൽ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കയറി ചെല്ലുമ്പോൾ ഉള്ള സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വെളിച്ചം കാര്യങ്ങളാണ്, ഒരുപാട് ക്രൗഡ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു മൂഡ് കിട്ടില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റൂമിൽ ഡിം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അവർ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ആ സമയം നമുക്ക് ഉറങ്ങാൻ തോന്നും. നല്ലതാണ്, നല്ല മസാജിങ് ആണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനനുസരിച്ചാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 1-2 വട്ടമൊക്കെ സ്റ്റീമിങ് തന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 7 to 8 മിനിറ്റോളം നമുക്ക് ഹെയർ സ്റ്റീമിങ് ആണ്. സ്റ്റീമിങ് എല്ലാവർക്കും ചെയ്യില്ല. ഓരോ ട്രീറ്റ്മെൻറ്റിനും ചില ട്രീറ്റ്മെൻറ്റിന് സ്റ്റീമിങ് പെടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഹെയർ ഫോൾ ഉള്ളവർക്കാണെങ്കിൽ സ്റ്റീമിങ് ഇല്ല എന്നൊക്കെ എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. ചിലർക്ക് സ്റ്റീമിങ് തരും ചില ട്രീറ്റ്മെൻറ്റിനും. അതൊരു 7 to 8 മിനിറ്റ് സ്റ്റീമിങ് കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാൻ കൊണ്ടും ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ടതിന് ശേഷം ജസ്റ്റ് കൂൾ ഡ്രൈ ചെയ്യുന്ന ഹെയർ. പിന്നെ ഹോട്ടായിട്ട് ചൂടാക്കിയിട്ട് ഡ്രൈ ചെയ്യില്ല അവർ. ജസ്റ്റ് തോർത്തിയതിന് ശേഷം കൂൾ ടെമ്പറേച്ചറിൽ ഡ്രൈ ചെയ്യാണ്. പിന്നെ ഹെയറിൽ ഹീറ്റ് കൊടുക്കില്ല കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ് ചെയ്യലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് മെയിൻലി ഹെയർ സ്പാ. എന്തായാലും ബോട്ടോക്സ് അല്ലെങ്കിൽ ബയോട്ടിൻ ചെയ്യുകയാണെങ്കിൽ അല്ല കെരാട്ടിൻ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡിഫറെൻ്റ് ആണ്. പറയുന്നത് നമ്മൾ മന്ത്ലി ചെയ്യേണ്ടതാണ്. മന്ത്ലി ചെയ്തതിൻ്റെ ഒരു ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് നിൽക്കുന്നത് ഒരു 15 to 30 ദിവസം വരെ. അത് മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ സ്പാ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ചെയ്യാൻ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം. ഹെയറിന് നല്ല റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ ഹെയറിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ട് അത് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് പോയിട്ട് മന്ത്ലി വൺസ് ഒരു സ്പാ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെന്താ ബോട്ടോക്സ്, അതുപോലെ തന്നെ ബയോട്ടിൻ, കെരാട്ടിൻ അങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് പെർമനൻ്റ് 6 മാസത്തോളം നമ്മുടെ ഹെയറിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കെയർ കൊടുക്കുകയാണെങ്കിൽ ഒരു 7 മാസത്തോളം ഒരുവിധം നിൽക്കൂട്ടോ. ഫുൾ നിൽക്കില്ല, ഫുൾ ഒരു 4-5 മാസം വരെയൊക്കെ നിൽക്കത്തുള്ളൂ ഫുൾ അങ്ങനെ തന്നെ. പിന്നെ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങും. അതിൻ്റെ സ്റ്റെപ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. വളരെ ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അതായത് ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഹെയർ വാഷ് ചെയ്ത പോലെ തന്നെ വാഷ് ചെയ്യും. ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്രീമും കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് അവർ ഓരോരോ സ്ട്രാൻഡ്സ് പിടിച്ചിട്ട് വലിച്ച് പിടിച്ചിങ്ങനെ താക്കിയാണ്. അതിനുശേഷം ഹെയർ മൊത്തത്തിൽ നമുക്ക് റാപ്പ് ചെയ്യും. അതിൻ്റെ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കാം. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അതായത് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായിട്ട് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ ഹെയർ എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റോളം ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്യും ആ ക്രീം വെച്ചതിന് ശേഷം. അത് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് കൊടുത്ത് മുടി അയൺ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഹെയർ 2 പേര് നിന്നിട്ട് അയൺ ചെയ്തേ. അത് നമുക്ക് വേഗം കഴിയൂലോ, അതായത് എന്നാലും ഒരു 3 മണിക്കൂറത്തോളം സമയം പിടിക്കും കേട്ടോ. ടോട്ടലി നമുക്ക് ഈ ബോട്ടോക്സ് അല്ലെങ്കിൽ ബയോട്ടിനൊക്കെ ചെയ്യാൻ പോയാൽ ഒരു 5-6 മണിക്കൂർ വേണം. ഇത് നന്നായിട്ട് അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറിയതിന് ശേഷം ഒന്നുകൂടി വാഷ് ചെയ്യും. ചില സലൂണിൽ എങ്ങനെയാണെന്ന് നമ്മൾ വീട്ടിലോട്ട് വിട്ടിട്ട് പിറ്റേ ദിവസം വരാൻ പറയും. ചിലയിടത്ത് ഇപ്പോൾ നമുക്ക് ടൈമില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ആ ഹെയറിലെ കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഈ നമ്മുടെ ഹെയർ സ്പാഡിങ് അല്ലെങ്കിൽ മറ്റുള്ള ബോട്ടോക്സ് കെരാട്ടിൻ രണ്ട് രീതിയാണ്. രണ്ട് റിസൾട്ടാണ്, രണ്ടും ട്രീറ്റ്മെൻറ്റ് ആണെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെയറിന് എന്ത് കൊടുക്കണം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.